ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അവലും പഴവും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി പലഹാരമാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കട്ട ശർക്കര ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അവൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അവൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ 2 ഏലക്കായ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. പാൻ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ഇനി നേന്ത്രപ്പഴം ചേർക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണിത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കരയും പഴവും അവലും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ, കുറച്ചൊന്ന് കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ ടേസ്റ്റിയായ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 4 മണി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്